പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ വംശീയ കലാപം നടന്ന് 2 വർഷമാണ് ശേഷമാണ് മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മണിപ്പൂർ കനത്ത ജാഗ്രതയിലുമാണ്. വിനിത വിജി ഇംഫാലിൽ നിന്നും ചേരുന്നുണ്ട്. വിനിത, പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്നുള്ളത് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ചോദിച്ച് തഴമ്പിച്ച ചോദ്യമാണ്. മണിപ്പൂരിലെ ആദ്യ സന്ദർശനം, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കണം? ആ കലാപവുമായി ദീർഘനാളം കത്തിപ്പിടിച്ച, ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ, ഇപ്പോഴും ഉമിത്തി പോലെ എരിയുന്ന ആ കലാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കണോ വിനീത? ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ചുരാചന്ദ്പൂരിലാണുള്ളത്. ചുരാചന്ദ്പൂരിലെ വേദിക്ക് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി ഇന്ന് ചുരാചന്ദ്പൂരിലായിരിക്കും ഉണ്ടാവുക. അദ്ദേഹം ഇപ്പോൾ ഇംഫാലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ചില റിപ്പോർട്ടുകൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചുരാചന്ദ്പൂരിലെ വേദിയിലേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ ചുരാചന്ദ്പൂരിലും ഇംഫാലിലും ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ കേന്ദ്ര അടക്കം ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ ഈ മണിപ്പൂരിലെത്തിയ ആളുകൾക്ക്, ഈ ചുരാചന്ദ്പൂരിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ മറ്റ് സംഘടനാ പ്രവർത്തകർക്ക്, ഇങ്ങനെയുള്ള ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരെ എത്തിക്കുന്നതിന് മറ്റുമായിട്ടുള്ള ക്രമീകരണം പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പീസ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി പൊതുജനങ്ങളുമായി സംസാരിക്കുക. അവിടുത്തെ പൊതുസമ്മേളനത്തിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. അവിടെയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ ഇരുവശത്തേക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ആ വഴി ഈ ചുരാചന്ദ്പൂരിലേക്കുള്ള, ഈ പീസ് ഗ്രൗണ്ടിലേക്കുള്ള വഴിയാണ്. ആ വഴിയുടെ ഇരുവശങ്ങളിലുമായി പ്രത്യേക അലങ്കാരങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ സെക്യൂരിറ്റി, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപ് വരെ അവിടേക്ക് ഈ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കുന്നതിന്, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും മറ്റുമായി ആ മേഖലയിലേക്ക് അവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു. തുടർന്ന് ഇപ്പോൾ ആ മേഖലയിലേക്കുള്ള സന്ദർശനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ മേഖലയിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ അദ്ദേഹം എത്തുന്നതുമായി ബന്ധപ്പെട്ട മണിപ്പൂരിൽ ഒരുക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷത്തിന് ശേഷമാണ്, അതായത് 2023 മെയ് 3-നാണ് മണിപ്പൂരിൽ കലാപങ്ങൾ, അതൊരു വലിയ വംശീയ കലാപത്തിലേക്കൊക്കെ തന്നെ നീങ്ങിയത്. പിന്നാലെ ഈ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട നേരത്തെ ചില വിമർശനങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ വംശീയ കലാപങ്ങൾ കൊടുമ്പിരി കൊണ്ട് മണിപ്പൂരിലേക്ക് എത്തിയില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. 2 വർഷത്തിന് പിന്നാലെ അദ്ദേഹം, 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഈ സന്ദർശനം വൈകിച്ചതിനെതിരെയും, ഒപ്പം 3 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം മണിപ്പൂരിൽ ഉണ്ടാവുക. അതായത് 2 പരിപാടികളിലായി അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഇവിടുത്തെ നേരെ അസമിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 മണിക്കൂർ മാത്രം ഒതുങ്ങുന്ന ഒരു സന്ദർശനം, അതുകൊണ്ട് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് സുരക്ഷാ സേന കൂടുതലായി ഇവിടെ എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് മണിപ്പൂർ ഉള്ളത്. ഹർഷ്മി, മണിപ്പൂർ കലാപത്തിന്റെ വേദനകൾ, ഒരുപാട് പേർ കൊല്ലപ്പെട്ട മണിപ്പൂരാണ്. ഒരു ദൃശ്യം കൂട്ടമായി, പരസ്യമായി റേപ്പ് ചെയ്യപ്പെടുന്ന വിഷ്വലുകളടക്കം, അല്ലെങ്കിൽ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്ന അത്രത്തോളം നിസ്സഹായതയുടെ പരമാവധിയിൽ പരകോടിയിൽ നിൽക്കുന്ന മനുഷ്യരെ കണ്ട ഒരു കലാപകാലമാണ്. അപ്പോൾ 2 വർഷ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിന്റെ മണ്ണിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായി ആ കലാപത്തെ പറ്റിയും അങ്ങോട്ടേക്ക് എത്താൻ വൈകുന്നതിന് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുന്നത് നേരത്തെ വരണം, എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ പ്രധാനമന്ത്രി പറയുമോ, അതോ ഈ വികസന കാര്യങ്ങൾ, ഒരു വലിയ വികസന പദ്ധതികൾ മണിപ്പൂരിന് വേണ്ടി പ്രഖ്യാപിക്കാൻ പോകുന്നു, 9,000 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വികസന പദ്ധതി പ്രഖ്യാപനം മാത്രമാകുമോ, അതോ അവിടെ ഇക്കാലം അത്രയും നീറിക്കൊണ്ടിരുന്ന ഈ പ്രശ്നങ്ങൾ, കൊലപാതകത്തിലേക്കും കൂട്ടബലാത്സംഗങ്ങളിലേക്കും കൊള്ളയടിക്കലിലൊക്കെ നയിച്ച ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണണം. വിനിത തൊടുന്നുണ്ട്. വിനിത, ഈ പ്രധാനമന്ത്രിക്ക് ഒരു വെൽക്കം സെറമണിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് പറഞ്ഞതായി വായിച്ചിരുന്നു. അവർ പറഞ്ഞത് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നൃത്തം ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ചില പ്രതികരണങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. വിനിത,
തീർച്ചയായും ഹാഷ്മി, ഞങ്ങൾ ഇന്ന് മണിപ്പൂരിൽ ഇപ്പോൾ നിൽക്കുന്നത് ചുരാചന്ദ്പൂരിലാണ്. ഇവിടെ കുക്കികൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടെ എത്തിയതിനു ശേഷം അവരുടെ തന്നെ ചില നേതാക്കളുമൊക്കെയായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രവർത്തകരുമൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ, ആ വിഭാഗക്കാരുമായൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിലവിൽ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അത് സമാധാനത്തിലേക്കൊക്കെ തന്നെ നീങ്ങുന്നു. പക്ഷെ ഞങ്ങൾ ഇമോഷണലി ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു സമാധാനം ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അത്തരത്തിലേക്കുള്ള നടപടികൾ കൂടി വേണമെന്നൊക്കെ അവർ തന്നെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഏതാണെങ്കിലും നേരത്തെ തന്നെ ഒരു നിരോധിത സംഘടനകൾ 6 നിരോധിത സംഘടനകളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില ബന്ധമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ വിവിധ മേഖലകളിൽ ഉന്നയിക്കുന്നുമുണ്ട്. പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പല മേഖലകളിലും അതിലേറ്റവും പറയേണ്ടത് ഈ ഒരു വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയിൽ മറുവിഭാഗത്തിലുള്ള ആളുകൾക്ക് പ്രവേശനമില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചുരാചന്ദ്പൂരിൽ കുക്കി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടെ മെയ്തേയ് വിഭാഗത്തിലേക്കുള്ള ആളുകൾക്ക് ഈ മേഖലകളിലേക്കൊക്കെ തന്നെ പ്രവേശിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇങ്ങനെ മറുവിഭാഗത്തിലും അത്തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം നിയന്ത്രണങ്ങളിലേക്കൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സാധാരണക്കാർ ഉന്നയിക്കുന്നത്. ഏതാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന പോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തി എന്താണ് അദ്ദേഹം സംസാരിക്കുക എന്നുള്ളത് ആകാംക്ഷയോട് കൂടി തന്നെയാണ് മണിപ്പൂർ ജനത ഉറ്റുനോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.